പാലക്കാട് UDFന്റെ വിജയത്തിനൊപ്പം ചർച്ചയായി ന്യൂനപക്ഷ വർഗീയതയും. രാഹുലിന്റെ വിജയത്തിന് പ്രധാന കാരണം SDPI, ജമാഅത്തെ ഇസ്ലാമി എന്ന മത തീവ്രവാദ സംഘടനകളെ കോൺഗ്രസ് കൂട്ടുപിടിച്ചെന്നാണ് വിമർശനമുയരുന്നത്. മാത്രമല്ല, രാഹുൽ ലീഡ് ചെയ്തപ്പോൾ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ആഹ്ലാദ പ്രകടനവുമായി ആദ്യമെത്തിയത് SDPI ആണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറ്റം നടത്തിയപ്പോൾ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിലേക്ക് ആദ്യം ആഹ്ലാദ പ്രകടനവുമായി എത്തിയത് നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPI ആണ്. പോലീസ് ഇടപെട്ടാണ് SDPI-ക്കാരെ നിയന്ത്രിച്ചത്. ഇതിനിടെ SDPI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ UDF SDPI-യും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പള്ളികൾ കേന്ദ്രീകരിച്ച് SDPI ലഘുലേഖ വിതരണം ഉൾപ്പെടെ വ്യാപകമായി നടത്തിയിരുന്നു. മാത്രമല്ല, ഷാഫി പറമ്പിൽ SDPI-യും ജമാഅത്തെ ഇസ്ലാമിയെയും ഉപയോഗിച്ച് മുസ്ലിം വീടുകൾ കയറിയിറങ്ങി ഖുറാനിൽ വരെ സത്യം ചെയ്യിപ്പിച്ച് വോട്ടുറപ്പിച്ചിരുന്നു എന്നാണ് CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉൾപ്പെടെ പറയുന്നത്. വിശുദ്ധ ഖുറാനിൽ വെച്ച് കൈവച്ച് സത്യം ചെയ്യിപ്പിച്ചോട്ട് ചെയ്യിപ്പിക്കാൻ വരെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും. പാലക്കാട് നഗരസഭയിലെയും പിരായിരിയിലെയും ഉൾപ്പെടെ ന്യൂനപക്ഷ മേഖലകളിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോഴും എൻ ബ്ലോക്കായി തന്നെ വോട്ടുകൾ രാഹുലിനാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. വർഗീയ ശക്തികളുടെ മുഴുവൻ പിന്തുണയല്ലേ ഇത്രയേറെ വലിയ ക്യാമ്പയിൻ നടന്നിട്ടില്ലേ? ഈ വേറെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടോ? ഗ്രീൻ ആർമി എന്നുള്ള പേരിലല്ലേ VD സതീശൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രചരണം നടന്നത്? അതുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് എല്ലാ ശക്തികളും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടമെന്ന് കോൺഗ്രസ് പറഞ്ഞെങ്കിലും SDPI, ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ വേണ്ടെന്ന് പറയാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. മണ്ഡലത്തിൽ 46,000-ഓളം മുസ്ലിം വോട്ടാണെന്നുള്ളത് മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഇത് കൂട്ടമായി ഷാഫി പറമ്പിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ രാഹുലിലേക്കും കൃത്യമായി എത്തിയിട്ടുണ്ട്. അതേസമയം ഹിന്ദു വോട്ടുകൾ പല ഭാഗത്തായി ഭിന്നിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലും കാണാനായത്. ജനം, പാലക്കാട്.